രേണുസുദിനൊക്കെ സെറ്റിലാക്കിയ പോലെ ഇന്നും നിങ്ങൾ വേണമെന്ന് സെറ്റിലാക്കി തരാം. ഏപ്പടമാണോ പ്രൂഫിലുമാണോ? പ്രൊഡ്യൂസർ എന്റെ സ്വന്തം അച്ചാച്ചനാണ്. സന്തോഷിക്കുന്ന ദിവസമാണിത്. അപ്പൊ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിബിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അതിനിടയിൽ എന്തൊക്കെയാ ഇവിടെ നടന്നേ. നമ്മുടെ മന്ദാരച്ചെപ്പ് രേണുസുധിയുടെ പുതിയ ഒരു ആൽബം വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാവരും അതിന്റെ വിശേഷമൊക്കെ അറിഞ്ഞു കാണുമായിരിക്കാം. ആ സമയത്ത് ആ ഒരു വിശേഷവുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്താൻ സാധിച്ചില്ല. ബിഗ് ബോസ് താരം എന്ന് മാത്രം സംബോധന ചെയ്ത് രേണുവിനെ മാറ്റി നിർത്താനാവില്ല. രേണുസുധി ഇപ്പോൾ ഒരു ബിഗ് ബോസ് താരം മാത്രമല്ല, ഒരു അഭിനേത്രിയാണ്, നേഴ്സാണ്, ബാർ ഡാൻസറാണ്, ബാർ അംബാസഡറാണ്, പിന്നെന്താ എയർ ഹോസ്റ്റസ് ആണ്. അങ്ങനെ ഇല്ലാത്ത പേരുകളില്ല. ഇപ്പോൾ എന്താ പുതിയൊരു പേരും കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ പേര് പലരും പല പേരുകളാണ് വിളിക്കുന്നത്. പുതിയ പേരുകളൊക്കെ വരുന്നുണ്ട്. അതിവിടെ അല്ല, അങ്ങ് ദുഫായിലാണ്. അതിൻ്റെ വെളിപ്പെടുത്തലുമായിട്ട് ചിലർ എത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് പിന്നെ കിടക്കാം. അങ്ങനെ മന്ദാരച്ചേലയാണ് കേട്ടോ. മന്ദാരച്ചേല എന്ന് പറയുന്ന ആൽബം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആ ആൽബം ഡയറക്ടർ എന്ന് പറയുന്നത്, ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം അവർ ഒരു കുടുംബക്കാർ തന്നെയാണ്. ആർ ജെ ലച്ചു ആണ് ഇതിൻ്റെ ഡയറക്ടർ. പ്രൊഡ്യൂസർ പുള്ളിക്കാരിയുടെ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെയാണ്. ആ ഒരു കുടുംബമാണ് ഈ ഒരു ആൽബം രേണുവിനെ പൊക്കിക്കൊണ്ടുവരാൻ, രേണുവിൻ്റെ കലകൾ മുഴുവനും പുറത്തെടുത്തിരിക്കുന്നത് ഈ ആർ ജെ ലച്ചു ആണ് കേട്ടോ. രേണുവിൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാസേട്ടൻ കോഴിക്കോട് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ആൽബം കണ്ടപ്പോൾ പുള്ളി നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രേണുവിന് അഭിനയമാണ്, എക്സ്പ്രഷനാണ്. രേണുവിൻ്റെ എല്ലാം ഇച്ചിരി ഓവറാണല്ലേ. നിങ്ങൾ കണ്ടായിരുന്നോ? കാണാത്തവരാണെങ്കിൽ കാണണ്ട. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഓടിയിട്ടുണ്ടെന്ന് കേട്ടോ. സാധാരണ രേണുവിൻ്റെ ഒരു പറച്ചിലും ആ ഹൈപ്പും, കേരളം ഞെട്ടും, കേരളം വിറയ്ക്കും, കേരളം കത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ പൊന്നോ ഫസ്റ്റ് ഡേ തന്നെ മില്യൻ അടിക്കും, ട്രെൻഡിങ്ങിൽ വരും എന്നൊക്കെ. ഫസ്റ്റ് ഡേ തന്നെ ആകെ കുറച്ച് ആൾക്കാരിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3-4 ദിവസമായി. അപ്പോഴാണ് ഒരു 1 lakh എബോയിലേക്ക് അത് കടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ആൽബം എടുക്കുമ്പോൾ 5-6-7-8 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കാം, 5 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കാം ചിലപ്പോൾ. അതിൻ്റെ ഒരു ഒരംശം പോലും തിരിച്ച് കിട്ടാനുള്ള വകുപ്പ് ആ ആൽബം ഇറങ്ങിയിട്ട് കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്കറിയാലോ എങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ വരുമാനം എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാലോ. അങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ തിരിച്ച് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. എന്തായാലും ആൽബം എല്ലാം നഷ്ടത്തിലാണെങ്കിലും രേണുവിന് പേര് കിട്ടിയിട്ടുണ്ട്. രേണുവിന് പേര് കിട്ടണം എന്നുള്ളതാണല്ലോ രേണുവിൻ്റെ ആവശ്യം. രേണു അത് നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ രേണുവിനെ വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയ ഡയറക്ടറാണ് കേട്ടോ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ആർ ജെ ലച്ചു എന്ന് പറയുന്ന ഡയറക്ടർ ഇതിനു മുമ്പ് ഒരുപാട് ആൽബംസും ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതാരും നമ്മൾ കണ്ടിട്ടില്ല. അന്ന് നമ്മൾ കാണാൻ തരുന്നേ ആരെ വെച്ച് ഇറക്കിയെന്ന് ആർക്കറിയാം. എവിടെയോ കിടക്കുന്ന ആരൊക്കെയോ വെച്ച് ചെയ്യുന്നു. പക്ഷെ രേണുവിനെ വെച്ച് ചെയ്താലുണ്ടല്ലോ, രേണു ഇപ്പോൾ കേരളത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ദുഫായിലും അറിയപ്പെടുന്ന ഒരു മലയാളി യുവതിയാണ്. അപ്പോൾ അതുകൊണ്ട് രേണുവിൻ്റെ റേഞ്ച് അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ രേണുവിനെ വെച്ച് ചെയ്യുന്നതല്ലേ നല്ലതാണ്. രേണുവിൻ്റെ ഇപ്പം എന്താ പറയുക, റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, ആൾക്കാരിൽ എത്തുമല്ലോ. അങ്ങനെ ആ ഡയറക്ടറുടെ ആഗ്രഹം സാധിച്ചു. ലച്ചുവിന് അങ്ങനെ കരച്ചിൽ വരുന്നതുകൊണ്ടല്ല ആദ്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ആ പുള്ളിക്കാരിയുടെ ഒരു ആൽബം പുറത്തിറങ്ങുന്നതല്ല, ആൾക്കാർ കാണുന്നത്. ഇത് കണ്ടില്ലേ വീഡിയോ കവറേജ് ഒക്കെ. ഇതിനു മുമ്പും ഈ ലേഡി ഇതുപോലെ ഒരുപാട് ആൽബംസ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നു, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ. പക്ഷെ ഒരു മനുഷ്യരത് അറിഞ്ഞിട്ടുമില്ല. ഈ കുട്ടി ആരാന്ന് ആർക്കും അറിയില്ല. അറിയുന്നവരൊക്കെ ഉണ്ടാവായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. പക്ഷെ മന്ദാരച്ചേല എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ രേണുവിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിനെ വീട്ടിൽ ചെന്നിട്ട്, ഈ ഡയറക്ടറുടെ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കവറേജ് വരെ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുള്ളിക്കാരി എനിക്ക് ഇതിനൊക്കെ വേണ്ടി തന്നെ ആയിരിക്കാം രേണുവിനെ അവർ എടുത്തിട്ടുണ്ടാവും അല്ലെ. പ്രൊഡ്യൂസർ എന്റെ സ്വന്തം അച്ചാച്ചനാണ്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ എല്ലാം കൊണ്ടും ഞാൻ സന്തോഷിക്കുന്ന ദിവസമാണിത്. കണ്ണീര് വരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടും എന്റെ ഫാമിലിയുടെ അനുഗ്രഹത്തോടെ ഞാൻ ഒരു വർക്ക് ഇന്നേ വരെ ചെയ്തിട്ടില്ല. ചേച്ചി എനിക്ക് അത്ര വലിയ കമ്പനി ഇല്ലായിരുന്നു, കമ്പനി ഉണ്ടായിരുന്നു. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ചങ്കാണ്. അതിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർ കാണും, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കാണും.
അത് കാണുന്നവരുടെ കണ്ണിന്റെ പ്രശ്നം. ആദ്യം നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ താല്പര്യം. നെഗറ്റീവ് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു വർക്കിലേക്ക് രേണുവിൻ്റെ അടുത്ത്. രേണുവിൻ്റെ പേഴ്സണൽ അറിയുന്ന ഒരാളൊന്നല്ല, രേണുവിൻ്റെ പേരും പ്രശസ്തിയും അല്ല. രേണുവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ എണ്ണങ്ങൾ വന്ന് കവറേജ് ചെയ്യുന്നു, അതുപോലെ റീച്ച് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അല്ലേ അഭയം കൊച്ചു അതിനിടയ്ക്ക് എടുത്തത്. എന്നാൽ രേണുവിൻ്റെ റീച്ചിൽ സങ്കടം സഹിക്കാണ്ട് ഫീൽഡ് ഔട്ട് ആയിപ്പോയ ഒരാളുണ്ട്. ആളൊന്ന് കേരളം അപേക്ഷിക്കുന്നുണ്ട്, രേണുവിനെ പോലെ എന്നെയും കൂടി നിങ്ങളൊന്ന് രക്ഷിക്കൂ. ഇല്ല, എനിക്ക് വർക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ ഡേ ബൈ ഡേ ഞാൻ ഫീൽഡ് ഔട്ട് ആവാന്നൊക്കെ. നിങ്ങൾ വേണം ഒന്ന് കത്തിച്ചു തരാം. അല്ല അങ്ങനെ രേണുസുദിനൊക്കെ സെറ്റിലാക്കിയ പോലെ ഇനി നിങ്ങൾ വേണം ഒന്ന് സെറ്റിലാക്കി തരാം. രേണുസുദിനെ സെറ്റിലാക്കിയ പോലെ എന്നെ നിങ്ങൾ വേണമെന്ന് സെറ്റിലാക്കാൻ. രേണുസുദി എങ്ങനെ സെറ്റിലായെന്ന് കൂടി കേൾക്കണ്ടേ? ഇത് തെളിവ് സഹിതം ഉള്ള ഒരു വ്യക്തി വന്ന് പറയാണ്, നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ അലൈനർ ഇപ്പം ഇട്ടതേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് നൊവോക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം ഞാൻ അലൈനർ ഇട്ടിട്ടുണ്ട്. ഞാൻ വന്നത് വേറൊന്നും പറയാനല്ല, ഞങ്ങളുടെ മന്ദാര ചേർന്ന് പറയുന്ന ആൽബം അടിപൊളിയായിട്ട് കിസ്മത്ത് വിഷൻ യൂട്യൂബ് ചാനലിൽ കൂടെ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ ലച്ചുവാണ്, ആർ ജെ ലച്ചുവാണ് ഡയറക്ടർ. ഞാനും ദാസേട്ടൻ കോഴിക്കോടുമാണ് പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത്. നല്ലൊരു നാടൻ പാട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറേ അഭ്യൂഹങ്ങളും കുറേ റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഞാൻ കണ്ട് മടുത്തിട്ട് ഞാൻ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട്. ഏപ്പടമാണോ റൂഫിലുമാണോ ഇതൊക്കെ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഓരോ പ്രമോഷനാണ്. നിങ്ങൾ സാധാരണ ആൾക്കാർ, നിങ്ങൾ ആൽബം പ്രേമികളായിട്ടുള്ളവർ, നമ്മുടെ പ്രേക്ഷകർ, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സാധാരണക്കാരുടെ ഒരു ആൽബമാണിത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആൽബം എന്ത് ഭംഗിയുള്ള ആൽബമാണെന്നറിയാം. നല്ലൊരു അടിപൊളി ആൽബമാണ്. ഇപ്പം മിസ്റ്റർ മനോജൻ മിസ്സസ് മനോജാണ് പ്രൊഡ്യൂസേഴ്സ്. ഇനിയും ഞങ്ങൾ അടിപൊളി ആൽബമായിട്ട് മുന്നോട്ട് പോകും. ലച്ചു അടിപൊളി ഡയറക്ടറാണ്. സോ അടിപൊളിയായിരുന്നു. സ്വത്തുമാണ് പാടിക്കുന്നത്. കിസ്മത്ത് വിഷനിലൂടെയാണ് നമ്മൾ ദൃശ്യവിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും മന്ദാരച്ചയിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. വിജയങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രേക്ഷകർ ഓരോരുത്തരുടെയും അഭിപ്രായം ഞങ്ങൾക്ക് വിലയേറിയതാണ്. സോ ഈ വിജയത്തിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ചീറ്റിപ്പോയ പടക്കം ചീറ്റിപ്പോയിട്ടില്ലാതെ ഒരിക്കൽ കൂടി നമ്മളെ അറിയിക്കാൻ വേണ്ടി രേണു ലൈവിൽ വന്ന് കഷ്ടപ്പെട്ട് പറയാട്ടോ, അടിപൊളി ആൽബമാണ്, അടിപൊളിയാണ്. സത്യത്തിൽ അറിയാലോ, ആൽബം അടിപൊളിയാണ് കേട്ടോ. അത് കേട്ട് നോക്കിയാൽ ആ നല്ല മ്യൂസിക് എന്ത് രസമാണെന്നറിയോ. നമ്മൾ പണ്ടങ്ങ കേട്ട് മറന്നുപോയ പോലെ ആ ഒരു അടിപൊളി മ്യൂസിക്കൊക്കെ അടിപൊളി, രക്ഷയില്ല, അടിപൊളിയാണ്. ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. രേണുവിൻ്റെ ഓവർ ആക്ടിങ്, ഇതിൻ്റെ അകത്തൊക്കെ ഇത്ര എക്സ്പ്രഷൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നു. പിന്നെ ഒരു ലോജിക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ആ ഒരു സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ ഒരു ലോജിക്കും ഇല്ല. രാവിലെ കുളിച്ചൊരുങ്ങി നല്ല അടിപൊളി വസ്ത്രമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പാടത്തും പറമ്പിലൂടെ ഓടി കളിച്ച് രസിച്ച് നടക്കുന്ന നായികയെ പെട്ടെന്ന് നായകൻ വയലിൽ വെച്ച് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പുറകെ നടക്കുന്നു, വിവാഹ അഭ്യർത്ഥനകളെ നടത്തുന്നു. എന്നാൽ അത് റിജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നായിക പോകുന്നെന്നുണ്ടെങ്കിൽ എവിടെ ഇതൊക്കെ ഉണ്ട്. അവസാനം നായിക മുഖത്തടിക്കുന്നു. രേണു മുഖത്തടിക്കുന്നു. രേണുവിനെ അന്വേഷിച്ച് നായകനായ ദാസേട്ടൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോകുമ്പോഴാണ് അറിയുന്നത് രേണുവിന് തളർന്നു കിടക്കുന്ന ഒരു ഭർത്താവും രേണുവിൻ്റെ പകുതിയോളമുള്ള ഒരു വലിയൊരു മകളും ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയുന്നത്. ഈ സത്യം മനസ്സിലാക്കിയ ദാസേട്ടൻ എന്ന് പറയുന്ന നായകൻ തിരിച്ച് വിഷമിച്ച് പോകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭർത്താവ് ഇങ്ങനെ തളർന്നൊടുങ്ങി കിടക്കുകയാണ്. അതിന് കഞ്ഞി ഭക്ഷണമൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഭാര്യ തന്നെ വേണം, വേറെ ആരുമില്ല. പിന്നെയുള്ളത് ഒരു മകളാണ്. മകളെ നോക്കാണ്ട്, തളർന്നു കിടക്കുന്ന ഭർത്താവിനെ നോക്കാണ്ട് ഈ നായിക എന്ന് പറയുന്ന രേണു അല്ലെങ്കിൽ ആ നായിക ഇങ്ങനെ പാടത്തും പറമ്പിലൂടെ സാധാരണ ഒരു കുറച്ച് പെൺകുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചു രസിച്ച് നടക്കുമായിരിക്കും. കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ. കഥ സ്റ്റോറി പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ലാണ്ട് ഇത്രയ്ക്ക് ഹിറ്റ് ആവാനായിട്ട് ഹിറ്റും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം രേണുവിൻ്റെ പേരിൽ രേണു ഇങ്ങനെ വന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ കയറി പോകുന്ന ഒരു ആൽബം. അല്ലാതെ ആ ആൽബത്തിൽ ഒരു കൊന്തവും ഇല്ല. പാട്ട് കൊള്ളാം, മ്യൂസിക് കൊള്ളാം, പിന്നെ ആ വ്യക്തി നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. രേണുസുതിയൊക്കെ എന്താണ് കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നോ? എങ്ങനെയാണ് പുറത്തു നിന്ന് പണങ്ങളൊക്കെ വരുന്നതെന്ന് ഇതിൻ്റെ തെളിവ് സഹിതം വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തി എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. 2 ദിവസം മുമ്പ് എത്തി. ഞാൻ പറഞ്ഞ ട്രാവലിലും കാര്യങ്ങളായിരുന്നു, അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം വീട്ടിലെത്തി സമാധാനപരമായിട്ട് ഇപ്പം ഞാൻ കരുതി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഈ കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇതിൽ തെളിവ് സഹിതം നമുക്കും ഇതേപോലെ ഇടാൻ പറ്റില്ല. കാരണം അത് ഇട്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് പണിയാകും. അതുകൊണ്ട് തെളിവ് സഹിതം നമ്മൾ ഇടുന്നില്ല. ഈ പറയുന്ന വ്യക്തി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ
അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവളെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കുമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്. മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാർ തന്തയ്ക്കായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പം നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും